പൂക്കോട് സിദ്ധാർത്ഥനെ കഴിഞ്ഞ 8 മാസമായി ഈ റാഗിംഗ് ചെയ്ത സംഘം പീഡിപ്പിച്ചിരുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് വയനാട് ബ്യൂറോയുടെ റിപ്പോർട്ട്. സിദ്ധാർത്ഥൻ കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ K. അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടിലാണ് വിവരങ്ങളുള്ളത്. ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, പൂക്കോട് നടന്ന ക്രൂരമായ റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണവും ഇപ്പോഴും നമ്മളിൽ നിന്ന് ആ ഞെട്ടൽ മാറ്റിയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതുപ്രകാരം എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്? അരുൺകുമാർ, സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു സിദ്ധാർത്ഥന് ക്രൂരമായ മർദ്ദനം ഏറ്റിരുന്നു. 3 ഇടത്ത് വെച്ച് സിദ്ധാർത്ഥന് മർദ്ദനം ഏറ്റിരുന്നു എന്ന വിവരമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി പിന്നീട് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രധാനമായും 8 മാസങ്ങളോളം സിദ്ധാർത്ഥൻ ക്രൂരമായ പീഡനത്തിനിരയായി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ SFI നേതാവായ അരുൺ എന്ന വിദ്യാർത്ഥിയുടെ മുറിയിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യാനും നേരത്തെ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുമുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 20ഓളം പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് അരുൺ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കഴിഞ്ഞ 8 മാസമായി സിദ്ധാർത്ഥനെ വലിയ രീതിയിൽ ഈ പീഡിപ്പിച്ച ഈ വിദ്യാർത്ഥി സംഘം നോട്ടമിടുന്നുണ്ടായിരുന്നു. ഇതിലൊരു യൂണിറ്റ് അംഗത്തിൻ്റെ അദ്ദേഹം അടുത്ത യൂണിയൻ ഭാരവാഹിയാണ്. ആ റൂമിൽ ഡെയിലി റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതെന്താ പോലീസ് സ്റ്റേഷനോ? പൂക്കോട് നടക്കുന്ന സംഭവങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്.